എല്ലാവർക്കും നമസ്കാരം. 2025 ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്കുള്ള അഡ്മിഷൻ്റെ ഭാഗമായിട്ട് നടത്തിയ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് ലിസ്റ്റ് ജൂൺ അവസാനത്തെ ആഴ്ചയോ അല്ലെങ്കിൽ ജൂലൈ ആദ്യത്തെ ആഴ്ചയോ പബ്ലിഷ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പേര് വന്നതിന് ശേഷം IMU ക്യാമ്പസുകളിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുറച്ച് ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് ഫീഡ്ബാക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിലും തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിലും ഒക്കെ പേര് വരാൻ സാധ്യതയുള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ആദ്യം തന്നെ പറയാനുള്ളത്. എൻ്റെ പേര് നവീൻ, എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷം അഡ്മിഷൻ എടുക്കുന്ന വരെയുള്ള പ്രോസസ്സിൻ്റെ ഇടയിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോയിൽ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷം 30,000 രൂപ അടച്ച് നിങ്ങൾക്ക് അലോക്കേറ്റ് ആയ സീറ്റ് കൺഫേം ചെയ്യുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ഒരു 30,000 രൂപ അടച്ച് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 30,000 രൂപ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു 30,000 രൂപ പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ മുന്നേ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഒരു ഘട്ടത്തിലും ഡിസ്ക്വാളിഫൈഡ് ആവില്ല എന്ന കാര്യം നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കി നിങ്ങൾ ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്ത കോഴ്സിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് റിക്വയർമെൻ്റ് ആണ്. മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ റിക്വയർമെൻറ്റും IMUൻ്റെ വെബ്സൈറ്റിൽ ഓരോ കോഴ്സിനും വേണ്ടി ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യം കൂടെ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ ആ ഒരു റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. കോളേജിൽ അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. 30,000 രൂപ അടച്ച് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളൊരു DG അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ കണ്ട് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 30,000 രൂപ അടച്ച് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാവുന്നതാണ്. സീറ്റ് കൺഫേം ചെയ്യാനായിട്ടുള്ള പോർട്ടലിൽ നിങ്ങളുടെ IMU CT ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡുമാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഒരു പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡേഷന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡേഷന് താല്പര്യമില്ല എന്ന് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അലോക്കേറ്റ് ആയ കോളേജോ കോഴ്സോ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആ പ്രിഫറൻസ് കൊടുത്ത കോളേജിൽ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഒരു അപ്ഗ്രേഡേഷൻ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് വെച്ച കോളേജോ കോഴ്സോ അല്ല നിങ്ങൾക്ക് അലോക്കേറ്റ് ആയത് എന്നാൽ കൂടി നിങ്ങൾ ഈ ഒരു 30,000 രൂപ കൊടുത്ത് ഇപ്പോൾ കിട്ടിയ സീറ്റ് കൺഫേം ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് കിട്ടുകയില്ല. ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാനും പറ്റുന്നതായിരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറിയും അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് എന്നത് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ വെച്ച് ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് അലോക്കേറ്റ് ആയ സീറ്റ് 30,000 രൂപ അടച്ച് കൺഫേം ചെയ്തതിന് ശേഷം IMU പറയുന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ കോളേജിൽ നേരിട്ട് ചെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ബാക്കിയുള്ള ഫീസിൻ്റെ പേയ്മെൻറ്റും ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. 30,000 രൂപ അടച്ച് നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ കിട്ടുന്നതാണ്. ഈ ഒരു അഡ്മിഷൻ ലെറ്റർ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കേണ്ടതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് IMU CTയുടെ റാങ്ക് സർട്ടിഫിക്കറ്റും കയ്യിൽ പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. അടുത്തത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 10th മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ടാവണം എന്ന കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ 10th-ൻ്റെയും 12th-ൻ്റെയും മാർക്ക് ഷീറ്റ് കൊണ്ടുപോകണം എന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. അതേപോലെ തന്നെ നിങ്ങളെ മെഡിക്കൽ ഫിറ്റ്നസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ DG അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ അല്ലാത്തൊരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നുണ്ട്.
അതേപോലെ തന്നെ നിങ്ങൾ അവസാനം പഠിച്ച സ്കൂളിൽ നിന്നുള്ള TCയോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി കൊണ്ടുപോകണം എന്ന് IMU പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പാസ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനെങ്കിലും ശ്രമിക്കേണ്ടതാണ്. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത റെസിപ്റ്റ് എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവണം എന്നത് ഒരു റിക്വയർമെൻ്റ് ആണ്. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തത്കാൽ വഴി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ പാസ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ കൂടി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ആ കൊണ്ടുപോകുന്ന ഫോട്ടോകൾ നിങ്ങളുടെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിലൊക്കെ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഫോർമൽ ഡ്രസ്സിൽ നല്ല ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് സ്മാർട്ടായിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. ഫോട്ടോൻ്റെ കുറച്ചധികം കോപ്പികൾ കയ്യിൽ വെക്കാനും ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസായിട്ട് 1,22,500 രൂപയും അതേപോലെ ഒരു 30,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ടും പേ ചെയ്യേണ്ടതാണ്. ഈ 2 പേയ്മെൻറ്റും 2 സെപ്പറേറ്റ് DD ആയിട്ടാണ് നിങ്ങൾക്ക് പേ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് വഴിയൊന്നും ഈ ഒരു പേയ്മെൻറ്റ് നടത്താൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്നതിൻ്റെ മുന്നേ നാട്ടിൽ ബാങ്കിൽ പോയി 2 DD സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. നിങ്ങൾ എടുക്കുന്ന DD ഇൻ ഫേവർ ഓഫ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി പേയബിൾ അറ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജിൻ്റെ ലൊക്കേഷനുമാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് സെമസ്റ്റർ ഫീസും കോഷൻ ഡെപ്പോസിറ്റും അടച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഈ ഒരു പൈസ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഇൻ കേസ് നിങ്ങൾ ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പൈസ അപ്പോൾ അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. അതുകൊണ്ട് 30,000 രൂപ അടച്ച് സീറ്റ് കൺഫേം ഒക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. IMU ക്യാമ്പസുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എഡ്യൂക്കേഷൻ ലോൺ ബാങ്ക് ഓഫ് ബറോഡ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ അഡ്മിഷൻ കിട്ടിയവർ കുറച്ച് പേര് എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് കിട്ടിയാൽ ഞാൻ നിങ്ങളുമായിട്ട് ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ബാങ്ക് ഓഫ് ബറോഡയിൽ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കിയാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിലും തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിനുമായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ നിങ്ങളെപ്പോലെയുള്ള കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടി ഓൾറെഡി ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആൾക്കാരൊക്കെ ആ ഒരു ഗ്രൂപ്പിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പ് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.